വന്നില്ലേ? അതിൽ 25 നബിമാരുടെ പേരാണ് ഖുർആൻ പറയുന്നത്. ആ 25 നബിമാരിൽ പലരുടെയും ദുആ ഖുർആനിലുണ്ട് താനും. ഏതെങ്കിലും ഒരു നബി അല്ലാഹുവോടല്ലാതെ തേടിയിട്ടുണ്ടോ? ആദം നബി തേടിയില്ല. കാരണം ആദം നബിക്ക് മുമ്പ് ഒരു മഹാനില്ലെന്നതുകൊണ്ട് എന്ന് പറഞ്ഞേക്കാം. എന്നാ നൂഹ് നബിയോ, ഇബ്രാഹിം നബിയോ, ഇസ്മായിൽ നബിയോ, മൂസ നബിയോ, ഈസ നബിയോ ആരെങ്കിലും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരോട് തേടിയെങ്കിൽ അവരുടെ ചരിത്രം നമുക്ക് പറഞ്ഞതെന്ന ഖുർആൻ ഈ കാര്യം കൂടി പറയാതെ പോകുമോ? ബുദ്ധിയുള്ള ഉമ്മമാര് ഉപ്പമാര് ചിന്തിക്കണം. ഇതിൽ വാശിയുടെ പ്രശ്നമില്ല, ഇതിൽ ഗ്രൂപ്പിന്റെ പ്രശ്നമില്ല. എല്ലാവരുടെയും പരലോകം നന്നാകാനാണ് ഈ പറയുന്നത്. ആരോടും വാശി തീർക്കാനല്ല, ആരെയും പഴി പറയാനല്ല. നമ്മുടെ അഖീദ നന്നാകണോ? ഖബറിൽ രക്ഷ വേണോ? മഹ്ശറിൽ രക്ഷ വേണോ? സ്വർഗം കിട്ടണോ? നരകത്തിയില്ലെന്ന് കാവൽ വേണോ? അമ്പിയാക്കന്മാര് നടന്ന വഴിയിലൂടെ നടന്നോളണം. ഒരൊറ്റ നബിമാര് പറയട്ടെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ അലിമീങ്ങളോട്. അതേ മുജാഹിദുകൾ പഴച്ചവരാണ്, അവരോട് സലാം പറയരുത്, മിണ്ടരുതെന്ന് പറയുന്നവരോട് നിങ്ങളൊന്ന് ചോദിക്ക്. പരിശുദ്ധ ഖുർആനിലതാ നബിമാരുടെ ചരിത്രം പറഞ്ഞെടുത്ത് ഏത് നബിയാണ് അല്ലാത്തവരോട് നമ്മൾ ഇന്ന് മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ബർദാന്തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും പോലെ അതേ ഏത് നബിയാണ് ഏതെങ്കിലും ഒരു മഹാത്മാവിനെ വിളിച്ച് തേടിയത്? ആയത്തൊന്ന് പറയൂ, അധ്യായത്തിന്റെ സൂറത്തൊന്ന് പറയൂ, നമ്പർ ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് എഴുതിയെടുക്കട്ടെ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഈമാനുള്ള മുസ്ലിയാരാണെങ്കിൽ അയാൾക്ക് പറയാനാവില്ല. കാരണം പരിശുദ്ധ ഖുർആനിലതാ ഒരൊറ്റ നബിമാരും അല്ലാഹുവിനോടല്ലാതെ തേടിയ സംഭവമേ ഇല്ല. കുട്ടിയില്ലാതെ വിഷമിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, സന്താനമില്ലാതെ വിഷമിച്ച സക്കരിയ അലൈഹിസ്സലാം, അതേ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം, ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ കേട്ടപ്പോൾ പ്രാർത്ഥിച്ച നൂഹ് അലൈഹിസ്സലാം, ഒട്ടേറെ പ്രവാചകന്മാരതാ റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിലില്ല, ഹദീസിലുമില്ല. ഇനിയതാ മുസ്ലിമേ, നിത്യജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ദിക്ർ ചൊല്ലാനുണ്ട്, എത്ര പ്രാർത്ഥിക്കാനുണ്ട്, നമുക്ക് എത്ര ദുആ നമുക്ക് പഠിക്കാനും ചൊല്ലാനുമുണ്ട്. രാവിലെ എഴുന്നേറ്റാ ദിക്ർ ചൊല്ലിക്കൊണ്ടല്ലേ എഴുന്നേൽക്കേണ്ടത്? മുസ്ലിമീങ്ങളെ ചെയ്യാറുണ്ടോ? അല്ലാഹുവിനെ സ്തുതിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടല്ലേ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്? ഉറങ്ങുന്നതിന്റെ മുമ്പ് വരെ ചൊല്ലാനുള്ള ദുആകളില്ലേ? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന വിഷയത്തിൽ അതാ നിരവധി പുസ്തകങ്ങളുണ്ട്. ഈ ഉള്ളവൻ തന്നെ സംസാരിച്ച 40ഓളം സീഡികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സമയവും സൗകര്യവും കിട്ടുമ്പോൾ അത്തരം പുസ്തകങ്ങളും സീഡികളുമൊക്കെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൽ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ച 100 കണക്കിന് ദിക്റുകൾ പഠിക്കണേ, ദുആകൾ പഠിക്കണേ, സ്വലാത്ത് പഠിക്കണേ. എന്നിട്ടതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണേ. എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതാ നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലാനുള്ള ഏതെങ്കിലും ദുആകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാത്തവരോടുണ്ടോ? ഉണ്ടോ? നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനയിൽ റബ്ബിനോടല്ലാതെ വിളിച്ച് രക്ഷിക്കണേ സഹായം ചോദിക്കുന്നുണ്ടോ? നിസ്കാരത്തിന്റെ പുറത്തുള്ള ദിക്റുകളിലോ ദുആകളിലോ ഉണ്ടോ? ഇല്ലല്ലോ. സർവം റബ്ബിനോടാണ്. സർവപ്രപേക്ഷാരൂപത്തിലുള്ള അപേക്ഷകളും റബ്ബിലേക്കാണ്. ഇതാർക്കാ മനസ്സിലാകാത്തത്? ഇതിലൊരു കക്ഷിയുടെ കുഴപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയേണ്ട, തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാവർക്കും അറിയില്ലേ? ഈ വേറൊരു കൂട്ടർ വന്ന് മറുപടി പറയുമ്പോ അവരത് ഓതണ്ടേ? അവര് പറയേണ്ടതാ, നൂഹ് നബി ആദം നബിയെ വിളിച്ച ആയത്ത് പിടിച്ചോ, ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് നോക്കിക്കോ. ഇബ്രാഹിം നബി അതാ നൂഹ് നബിയോട് തേടിയിരിക്കുന്നു. ഇസ്മായിൽ നബി അതാ വാപ്പയായ ഇബ്രാഹിം നബിയുടെ വഫാത്തിന്റെ ശേഷം തേടിയിരിക്കുന്നു. മൂസാ നബി അതാ കഴിഞ്ഞുപോയ ഇബ്രാഹിം നബിയോട് തേടിയിരിക്കുന്നു. മൗലവിമാരെ, പരിശുദ്ധ ഖുർആനിലെ ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്തിലതാ ഇന്ന നബി മറ്റേ നബിയോട് വിളിച്ച് തേടിയതാ പിടിച്ചോ ആയത്തെന്ന് പറഞ്ഞിട്ട് ഓതാൻ ഒരൊറ്റ മുസ്ലിയാർക്കും ജീവനുള്ളയിടത്തോളം ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിലെ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ആലോചിച്ചു നോക്കണം. അപ്പൊ അമ്പിയാക്കന്മാരെ വഴി ഏതാ?
ഞാനും നിങ്ങളും ഇപ്പൊ നിസ്കാരത്തിൽ അള്ളാനോട് ഒരു ദിവസം 17 തവണ നിർബന്ധമായിട്ട് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിലെ ഒന്നാമത്തെ മെമ്പർമാരായ അമ്പിയാക്കന്മാരുടെ വഴി ഏതാ? അള്ളാനോട് മാത്രം തേടുക. ആ വഴിയിലല്ലേ നമ്മൾ, ആ വഴിയിലല്ലേ മുന്നോട്ട് പോകേണ്ടത്? ശരി, ഇനി അടുത്തതാരാണ്? ശുഹദാക്കൾ അല്ലേ? ശുഹദാക്കൾ, അള്ളാന്റെ മാർഗത്തിൽ ജീവൻ വെടിഞ്ഞ ശുഹദാക്കൾ. എത്രയോ ആളുകൾ ഈ ലോകത്ത് ഷഹീദുകളായി. അതെ, ഒരുപാട് ആളുകൾ ബദറിൽ ഷഹീദായി, ഒരുപാട് ആളുകൾ ഉഹദിൽ ഷഹീദായി, എത്രയോ ആളുകൾ അതിന്റെ മുമ്പും ഈ ലോകത്ത് ഷഹീദുകളായി. ആ ഷഹീദുകളുടെ ഒക്കെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഷഹീദ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചതായി പിടിച്ചോ മൗലവിമാരെ, ഇതാ തെളിവ് എന്ന് പറയാനുണ്ടോ? ഇല്ല, ഇല്ല. ഇല്ലാത്തത് കൊണ്ടാ പറയുന്നത്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല. ഇല്ല, ഇല്ല, സത്യമാണ് പറയുന്നത്. ഇല്ല.